എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സച്ചി കാർ തുടയ്ക്കാൻ വന്ന അപ്പാർട്ട്മെന്റിലെ കാർ തുടച്ചുകൊണ്ടിരുന്ന അയാളുടെ ഫോൺ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ എല്ലാരും കൂടെ ചോദിക്കുന്നുണ്ട്. നീ ഫോൺ എടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ കുറ്റപ്പെടുത്തുവാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് രേവതി അപ്പം മാറി നിൽക്കുന്നുണ്ടായിരുന്നു. രേവതിക്ക് സഹിച്ചില്ല. തന്റെ സച്ചിനെ കുറ്റക്കാരനാക്കാനായിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം ഒരു കള്ളനെ പോലെ എല്ലാവരുടെ മുന്നിൽ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ സമയം സച്ചി പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ടിട്ട് അവരതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നീ തന്നെ എടുത്തേ, അല്ലാതെ മൊബൈൽ ഫോൺ എവിടെ മര്യാദയ്ക്ക് ഫോൺ എടുത്തരാനൊക്കെ പറയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പയ്യൻ വരുന്നേ. അവൻ വന്നിട്ട് ആ ഫോൺ കൊടുത്തിട്ട് ആ ഫോൺ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ അയാളോട് പറഞ്ഞതേ സാറിന്റെ ഫോണാ, ഇത് സാറ് ആ ടർഫി മറന്നു വെച്ചിട്ട് പോന്നാന്ന് പറയണം. ഓ, ഞാൻ മറന്നുപോയി, കളി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു, ഫോൺ അവിടെ വെച്ച കാര്യം മറന്നുപോയെന്ന് പറയാ. ഈ സമയം ഒരാൾ പറഞ്ഞു, എന്നിട്ടാണോ ഇത്ര സമയം ഇവിടെ കിടന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നേ? എന്താളും ഫോൺ കിട്ടിയില്ലോ എന്ന് പറയണേ. എന്നിട്ട് എല്ലാവരും കൂടെ പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ തന്നെ സച്ചു വിളിച്ചു, എങ്ങോട്ടാ പോണേ? അല്ല, ഇത്രയും വലിയ കാര്യമൊക്കെ നടന്നിട്ട് ഫോണ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു സോറി പോലും പറയാതെ പോവുകയാണെന്ന് ചോദിക്കുക. ഇതെന്തിനാ ഇപ്പൊ സോറി പറയണേ? ഓഹോ, ഞാൻ വെറും കാറ് തുടയ്ക്കാൻ വന്നവനാണല്ലോ അല്ലെ, എനിക്ക് അഭിമാനമൊന്നും ഇല്ലല്ലോ അല്ലെന്ന് പറയാണ്. അല്ല, ഈ കാർ തുടയ്ക്കാൻ വന്നാണെങ്കിൽ എന്തിനാണെങ്കിലും ജോലി ഇല്ലാത്തതിന്റെ പേരില വന്ന് ഈ ജോലിയൊക്കെ ചെയ്യുന്നത് എന്നും പറഞ്ഞോണ്ട് കള്ളന്മാരാണെന്ന് ഒരിക്കലും ഇല്ലാന്ന് പറയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാകുന്നേ പറഞ്ഞല്ലേ, ഇപ്പൊ നിങ്ങളത് വിശ്വസിക്കാൻ കൂട്ടാക്കിയല്ലോ എന്ന് പറയാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ സംശയിച്ചു പോളൂ. ഇതിന്റെ പേര് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, താൻ വാടോന്നും പറഞ്ഞിട്ട് അതിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം സച്ചിയുടെ അടുത്ത് ആൾ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് തോന്നിയായിരുന്നു സച്ചി അങ്ങനെ ചെയ്യത്തില്ല എന്ന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവരെല്ലാരും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്ക് അവരോടൊപ്പം നിൽക്കാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. ശരിയാ സാറേ, സാറ് പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്നെ പോലെയുള്ള പാവങ്ങളൊക്കെ ഈ ജോലിക്ക് വേണ്ടി വരുന്ന വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ, വേറൊരു ജോലിയും കിട്ടാത്തോണ്ടാ എന്നും പറഞ്ഞോണ്ട് വരുന്നവരെല്ലാം കള്ളന്മാരാന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ സാറിന്റെ ഫോൺ കിട്ടിയില്ലായിരുന്നെങ്കിലോ സ്വാഭാവികമായിട്ട് എന്നെ സംശയിക്കും, പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കും, പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ എന്ന് പറയണം. പോട്ടെ സച്ചി, സാരില്ലെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. സച്ചി പറഞ്ഞ് വേറൊരു ജോലി ഇല്ലാത്തതിന്റെ പേരിൽ എനിക്കിപ്പോ ഇവിടെ നിന്നേ മതിയാവുള്ളൂ എന്ന് പറയണം. അത് കേട്ടോണ്ട് രേവതിയുടെ കണ്ണ് നിറഞ്ഞുപോയി. പാവ സച്ചിയേട്ടൻ തനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് രേവതി തിരിച്ചറിയായിരുന്നു. പിന്നീട് ബാമ ചന്ദ്രമതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി കോളെടുത്ത്, എന്താ ബാമ എന്ന് പറയാണ്. അല്ല, നീ എന്ത് തീരുമാനിച്ചു നോക്കിയാ? എന്ത് അല്ല, ശ്രീകാന്തിന്റെ കാര്യം എന്ത് തീരുമാനിച്ചെന്ന്? ഇപ്പൊ എന്ത് തീരുമാനിക്കാനായിട്ടാ? ആഹാ, അപ്പൊ നീ ഇതുവരെയായിട്ടൊന്നും ആലോചിച്ചിട്ടില്ലേ? രവിയേട്ടനോടൊന്നും സംസാരിച്ചില്ലെന്ന് ചോദിക്കുക. ഞാൻ എങ്ങനെ സംസാരിക്കാനാ? ചെന്ന് സംസാരിച്ചിട്ടുണ്ട്, അതോടുകൂടി തീർന്നു. ഒരു കാര്യം ചെയ്യ, നീ ആദ്യം ശ്രീകാന്തിനെ പോയി കാണാൻ പറയണം. പക്ഷെ ഞാൻ അവനെ എങ്ങനെയാ പോയി കണ്ട് സംസാരിക്കുന്നേ? അതെ, നീ പോയില്ലെങ്കിലുണ്ടല്ലോ മിക്കവാറും വർഷ ശ്രീകാന്തും കൂടെ വർഷയുടെ വീട്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അവര് വലിയ ആസ്തിയുള്ള കുടുംബക്കാരാന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും നിന്റെ മോനെ അവരെ തട്ടിയെടുക്കും. ഒറ്റ മോളാന്നാ പറഞ്ഞേ. മിക്കവാറും വർഷ അവനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ മോനെ നിനക്ക് കണി കാണാൻ പോലും കിട്ടില്ല, അറിയാലോ. പിന്നെ നിനക്ക് സ്വത്തുക്കൾ കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട. വർഷ അങ്ങോട്ട് വരുവാണെങ്കിൽ മഹാലക്ഷ്മി വന്ന് കയറിയ പോലെ ആയിരിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയുടെ ഉള്ള സമാധാനം കൂടെ പോയി. അയ്യോ, അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഞാൻ നോക്കിട്ട് ഒരു വഴിയേ ഉള്ളൂ, നീ ഒരു കാര്യം ചെയ്യാം, നീ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനെ പോയി കാണണം, എന്നിട്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം. അതിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? ഇവിടെ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? തൽക്കാലത്തേക്ക് നീ അവനോട് എന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, പിന്നീട് രവിയേട്ടനോടും എല്ലാവരോടും കൂടെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമുക്ക് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറയണം. അല്ല, നിനക്ക് അവൻ താമസിക്കുന്ന എവിടെയെന്ന് അറിയാൻ പാടില്ലെന്ന് ചോദിക്കും. അറിയാന്ന് പറയണം, എന്നാ ചെല്ലാൻ നോക്കാൻ പറയാം. അന്നൊരു കാര്യം ചെയ്യാം, നീയും കൂടെ എൻ്റെ കൂടെ വരുമോന്ന് ചോദിക്കാം. ദേ, ഞാൻ എഴുന്നേറ്റ് വന്നോളൂ, ഫുഡ് പോലും കഴിച്ചിട്ടില്ല, ഇവിടുത്തെ വേലക്കാരി വന്നിട്ടില്ല എന്ന് പറയണം. അതൊക്കെ ഇവിടെ വന്നിട്ടാണെങ്കിലും കഴിക്കാം, നീ ഇങ്ങോട്ട് ആദ്യം വരാൻ പറയാണ്. ആ, എന്നാ ശരി, നീ വെച്ചോളാൻ പറയാണ്. ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചു, എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ശരിയാവത്തില്ല, അല്ലെങ്കിൽ തന്റെ കാര്യത്തിന് ഒരു തീരുമാനമാവും. ഈ സമയം ശ്രുതി ഓഫീസിലേക്കോ ബാഗൊക്കെ എടുത്തോണ്ട് വന്നു കഴിയുമ്പത്തേനും ശ്രുതി ചോദിച്ചു, ആ എങ്ങനെ ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. ജോലി എന്ത് ജോലി? അല്ല, ഞാൻ ശ്രുതിയുടെ ജോലിയെ കുറിച്ച് ചോദിച്ചാ. ഓ, ജോലി കാർ ഷോറൂമിലെ ജോലിയാണോ? അത് കുഴപ്പമില്ലാതെ പോകുന്നു. അല്ല, ഈ മാസം എത്ര കാറ് വിറ്റെന്ന് ചോദിക്കുകയാണ്, സെയിൽ ചെയ്തെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പെട്ടെന്ന് കാറോ എന്നൊക്കെ ചോദിച്ചാൽ നിൽക്കുകയാണ്. എന്താ എന്താ ശ്രുതി
സുധിക്ക് ഓർമ്മയില്ലേ എനിക്ക്? അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചെടുക്കണ്ടേ. പിന്നീട് ഇങ്ങനെ എണ്ണുന്ന പോലെ കാണിക്കുകയാണ്. ആ വൈറ്റ് കളറ് അങ്ങനെ റെഡ് കളർ അങ്ങനെയൊക്കെ എണ്ണീട്ട് പറഞ്ഞു, 15 എണ്ണം. 15 എണ്ണോ? ആഹാ കൊള്ളാലോ. സുധി ആള് മിടുക്കനാണല്ലോ. ഇപ്പൊ എനിക്ക് സുധിയുടെ കഴിവ് നല്ല വിശ്വാസമുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോ സുധിയും പറഞ്ഞു, അതെ ഞങ്ങളുടെ കമ്പനിയുടെ MD അത് തന്നെ പറയണമെന്ന് പറയാം. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശംസിക്കാറുണ്ടെന്ന് പറയണേ. ഞങ്ങളുടെ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ കാർ സെയിൽ ചെയ്യുന്ന ആള് ഞാനാന്ന് പറയാം. അല്ലേലും എനിക്കറിയാം സുധി മിടുക്കനാന്നുള്ള കാര്യം. അതെ ഒരു കാര്യം ചെയ്യാം, ഇനി അയാളോട് കൂടുതൽ സാലറി ഇച്ചിരി കൂട്ടി ചോദിക്കുക, ഇൻസെന്റീവ് ഇച്ചിരി കൂട്ടി ചോദിക്കാൻ പറയണം. ഇത് കേട്ട സുധി ഒന്നും ഞെട്ടി. ഇൻസെന്റീവ് കൂട്ടി ചോദിക്കാനാ? എന്റെ ഭഗവാനെ, കഴിഞ്ഞ മാസം തന്നെ കള്ളത്തരം പറഞ്ഞിട്ടാ പൈസ കൊണ്ട് കൊടുത്ത്. ഇനിയും താൻ പലിശയ്ക്ക് മേടിക്കേണ്ട വരുമോ? ഇനി എവിടുന്ന് മേടിക്കാനാ പലിശയ്ക്ക്? അതിന് മേടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ആ ചിന്ത ഓർത്തപ്പോ തന്നെ സുധിയുടെ റിലേ പോയി. സുധി പെട്ടെന്ന് പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ സമയം പോയി, പെട്ടെന്ന് പോട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഈ സമയം രേവതി അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. സുധി പെട്ടെന്ന് അവിടെ ചെന്നിട്ട് വിളിച്ചിട്ട് ചന്ദ്രമതി ചോദിച്ചു, അമ്മേ ഫുഡ് ആയില്ലെന്ന് ചോദിക്കാം, എനിക്കുള്ള ലഞ്ച്. ആ അതായി, ഇപ്പൊ തന്നെ കൊണ്ടുവരാന്ന് പറയാ. പെട്ടെന്ന് കൊണ്ടുപോവാ, അതെ എനിക്ക് ക്ലയന്റ് കാത്തിരിക്കുവാന്ന് പറയണം. ഈ സമയം ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, നിന്നെ കാത്ത് ഏത് ക്ലയന്റ് ആടാ ഇരിക്കണേ? എന്റെ അമ്മ ഞാൻ വെറുതെ പറഞ്ഞല്ലേ, മുട്ടയെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്ര നാൾ ഇങ്ങനെ എല്ലാരും കള്ളത്തരം കാണിച്ച് മറിച്ച് നടക്കാനാണ് നിന്റെ തീരുമാനം ചോദിക്കുക. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി വന്നപ്പോഴത്തേനും ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ട് വിഷയം മാറ്റുവാണ്. ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ എങ്ങനെയാ ശ്രുതി പോണേന്ന് ചോദിക്കുവാണ്. ഞാന് ഓട്ടോയ്ക്ക് പോകും. എടാ എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ ഓട്ടോയ്ക്ക് പോകുന്നേ? നീ ഒരു കാര്യം ചെയ്യ, ഒരു ലോൺ എടുത്തിട്ട് കാറ് മേടിക്കാൻ, നിനക്ക് ഷോറൂമിലെ ജോലി ചെയ്യുന്നേ, അപ്പൊ നിനക്ക് എളുപ്പമുണ്ടല്ലോ പറയാണ്. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അത് ശരിയാ, നല്ല ഐഡിയ എന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇപ്പൊ വേണോ, ഇച്ചിരി കഴിഞ്ഞിട്ട് പോരെ, മതി സാവകാശം മതി, എന്നാലും നീ ഒരു കാറൊക്കെ നോക്കി വെക്കാൻ പറയാണ്. എന്നിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി. ശ്രുതി പറഞ്ഞാൽ ഞാനും ഇറങ്ങട്ടെ, നമ്മൾ ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, എടാ നീ ഇനിയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് ഏതെങ്കിലും ജോലി തരപ്പെടുത്താൻ നോക്ക്. എത്ര കാലം വെച്ചാൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കണേ, വൈകുന്നേരം വരുമ്പോൾ ജോലിയായിട്ടും കൂടെ വരാവുള്ളൂ പറയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു, അല്ല ജോലിയായിട്ട് വരാൻ? എന്ത് ജോലിയായിട്ട്? അല്ല അത് പിന്നെ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ട് വരാൻ ഞാൻ ശ്രുതിയോട് പറഞ്ഞാന്ന് പറയും. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവാ. രവീന്ദ്രന്റെ കള്ളത്തരോട്ട് മനസ്സിലാവില്ല. ആ സമയം രേവതി പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ തയ്യാറാക്കി വെക്കുവാണ്. അങ്ങനെ തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ഒരു പല്ലി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ഫുഡൊക്കെ എടുത്ത് വെക്കുന്നതിന്റെ ആ മുകളില് ആ കബോർഡിന്റെ അവിടെയായിട്ട് രേവതി ഫുഡെല്ലാം എടുത്ത് നന്നായിട്ട് തയ്യാറാക്കി വെച്ച് എല്ലാം മൂടിപ്പെറുക്കി വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോരുവാണ്. അങ്ങനെ വന്നിപ്പോ രവീന്ദ്രനോട് ഇരിക്കുന്നുണ്ട്. രവീന്ദ്രനോട്, അച്ഛാ ഞാൻ പുറത്തു വരെ പോവാന്ന് പറയണം. അല്ല മോളെ ഇങ്ങോട്ട് പോവാ? അതെ ക്ഷേത്രത്തിൽ പോകണം, കുറെ മാലയ്ക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് കെട്ടിക്കൊടുക്കണം, അമ്മേനെ സഹായിക്കണം എന്ന് പറയാം. അപ്പത്തേനും ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, ഓഹോ ഇപ്പൊ നീ എങ്ങോട്ടാ പോന്നെ? അങ്ങോട്ട് പോകണം, അതിന്റെ ആവശ്യം എന്താ നിനക്ക്? ഇവിടെ ചോറ് അല്ല ഇവിടെ നീ കഴിക്കുന്നേ, ഇവിടെ തന്നെ ജോലി ചെയ്താൽ മതി. പിന്നെ നിനക്ക് ജോലി ചെയ്യാനായിട്ട് നിന്റെ വീട്ടുകാരെ സഹായിക്കാനോ അങ്ങോട്ട് പോകണല്ലേ നിൽക്കും. ഇത് കേട്ട രവീന്ദ്രൻ, നിനക്ക് എന്താ ചന്ദ്രേ, അവള് ജോലികളെല്ലാം ചെയ്തിട്ടല്ലേ പോകുന്നത്, നിനക്ക് പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. പിന്നെ ഇവിടെ ഒരു ജോലി ഇല്ലാത്ത പോലെ. രേവതി പറഞ്ഞു, ഞാനെല്ലാം തയ്യാറാക്കി വെച്ചിട്ടാ പോകുന്നതെന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, മോള് പോയിട്ട് വരാൻ പറയണം. അച്ഛാ ഞാൻ വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് കഴിക്കണം, എല്ലാം മൂടിക്ക് പെറുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം. ശരി മോള് പോയിട്ട് വരാൻ പറയണം. അങ്ങനെ രേവതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പത്തിനും ഭാമ അങ്ങോട്ട് കയറുന്നു. ആഹാ മോളോ, ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുക. ഞാൻ ക്ഷേത്രത്തിൽ വരെ പോകാന്ന് പറയണം. ആ ശരി സുഖമാണല്ലോ അല്ലേ നിൽക്കുക, അതേന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോയി. ഭാമ അങ്ങോട്ട് കയറി വരുവാണ്. ചന്ദ്രമതിയും വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോഴാണ് രവീന്ദ്രനെ കണ്ടേ. രവിയേട്ടന് സുഖമാണെന്ന് ചോദിക്കും. അതെ ഞാൻ അസുഖം വന്നേ പിന്നെ എനിക്ക് കാണാൻ വരാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ നാട്ടിൽ പോയേക്കുമായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയണം. ആ ശരിയെന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം. ഓഹോ ഇതെന്തൊരു ഓട്ടോ ചന്ദ്രൻ നീയാ, ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും. ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നു, നീ വരാൻ പറയാണ്. പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, എങ്ങോട്ട് പോകാനായിട്ടാ? അല്ല ഇവൾക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കണം ഇവളുടെ കൂടെ പോകാനായിട്ട്. ഓ ശരി. പിന്നീട് ഭാവനയും കൂട്ടി അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഭാമയ്ക്ക് വിളമ്പി കൊടുക്കുവാണ് ചന്ദ്രമതി. 2 ഇഡ്ഡലിയും കൂടെ വെക്കോ, ഇവളുടെ ഒരു കാര്യം, തീറ്റപ്പണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി 2 ഇഡ്ഡലിയും കൂടെ കൂടുതൽ വെച്ച് കൊടുക്കുകയാണ്. സാമ്പാർ ഒഴിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് സാമ്പാറൊക്കെ മൂടാതെ അവിടെ അങ്ങോട്ട് തുറന്നു വെച്ചു. ചന്ദ്രമതി അതോടത്തോടെ അങ്ങോട്ട് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ പല്ലി കറക്റ്റ് വന്ന് ആ സാമ്പാറിനകത്തേക്ക് വീഴുവാണ്. ചന്ദ്രമതി ഇന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് ചന്ദ്രമതിയും ഭാമയും. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാമ പറഞ്ഞു, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് ആരുണ്ടാക്കിയതാ? രേവതി ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കും. ഓ അവൾ ഉണ്ടാക്കിയതാന്നൊരു പുച്ഛ ഭാവത്തിൽ അങ്ങോട്ട് ചന്ദ്രമതി പറയാണ്. പിന്നീട് പാത്രമൊക്കെ കൊണ്ട് ആ സിങ്കിനകത്തേക്ക് ഇട്ടു, കഴുകി പോലും ഇല്ല. ഭാമയോട് ഞാൻ അവിടെ ഇട്ടേക്ക്, അതൊക്കെ അവള് ചെയ്തോളൂ എന്ന് പറയണം. എന്നിട്ട് ഒന്നും നോക്കാൻ തിരിഞ്ഞു ഒറ്റ പോക്കും ഇങ്ങോട്ട് പോയി. ഈ സമയം രവീന്ദ്രനോട് പറഞ്ഞിട്ടാ പോകുന്നത്, അതെ നേരാമണ് ഫുഡ് എടുത്ത് കഴിക്കണം, ഞങ്ങൾ വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് കഴിക്കാൻ മറക്കലെന്നൊക്കെ പറയണം.
ആ ശരിയെന്ന് പറയണം, പെട്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രമതി ശരിയെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. ആ സമയം രേവതിയാണെങ്കിൽ സർവ്വ ദൈവങ്ങളെ വിളിച്ച് ഫിനാൻഷ്യൽ അടുത്തേക്കാണ് ചെല്ലുന്നത്. ദൈവമേ, അയാൾക്ക് എന്തെങ്കിലും കനിവ് തോന്നണേ എന്നോർത്തോണ്ട് ഫിനാൻഷ്യൽ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ ചെല്ലുമ്പോഴത്തേന് സച്ചി ഓടിച്ചുകൊണ്ടിരുന്ന ആ കാർ അവിടെ കിടക്കുന്ന കണ്ടു. അങ്ങനെ രേവതിനെ കണ്ടപ്പോഴത്തേന് അവിടുന്ന് ഒരാൾ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഫിനാൻഷ്യൽ ഒന്ന് കാണണമെന്ന് പറയാം. അതെ, ഇപ്പൊ കുറച്ച് തിരക്കിലാന്ന് പറയാണ്. അതെ, ആര് വന്നാ പറയണ്ടേ? സച്ചിയുടെ ഭാര്യ രേവതി ഒന്ന് പറഞ്ഞാൽ മതി. കാണാൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ പോയി പറഞ്ഞു നോക്കാന്ന് പറയണം. അങ്ങനെ അയാൾ ഫിനാൻഷ്യൽ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ രേവതി വന്നിട്ടുണ്ട്, സച്ചിയുടെ ഭാര്യ എന്ന് പറയണം. അവളോ? സച്ചി പറഞ്ഞു വിട്ടതായിരിക്കും കാറ് മേടിക്കാൻ വേണ്ടിയിട്ട്. അവളോട് കാണാൻ പറ്റില്ലെന്ന് പറ. ഇത് കേട്ടതും അയാൾ പറഞ്ഞ് അവളോട് നിൽക്കുമെന്ന് പറയണം. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയാണ്. അങ്ങനെ രേവതിയോട് വന്നിട്ട് പറഞ്ഞു, അതെ സാറ് കുറച്ച് തിരക്കില്ല, ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയാം. അത് ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം, എത്ര സമയമാണ് വെയിറ്റ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ രേവതി അവിടെ ഇരിക്കുക. ഈ സമയത്ത് ഓരോരുത്തരെ വന്നവർ അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ രേവതിനെ വിളിച്ചില്ല. രേവതിക്ക് ഭയങ്കര വിഷമമായി. കുറെ സമയം കഴിഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് നിങ്ങൾ ഇതിനായിട്ടും പോയില്ലെന്ന് ചോദിക്കുകയാണ്. അല്ല, കണ്ടിട്ട് പോകാനായിട്ട് ഞാൻ സാറിനോട് ഒന്നുകൂടി ചോദിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ വീണ്ടും പോയി ചോദിച്ചാൽ പറഞ്ഞു, കുറച്ച് തിരക്കിലാ, ഇന്ന് കാണാൻ പറ്റില്ല എന്നാ പറഞ്ഞെന്ന് പറയാം. രേവതി പറഞ്ഞു, അങ്ങനെ പറയല്ലെന്ന് പറയാണ്. ഞങ്ങളെ കൊണ്ട് അങ്ങനെയല്ലേ പറയാ, ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളല്ലേ പറ്റുള്ളൂ. പെങ്ങളൊരു കാര്യം ചെയ്യും പോകാന്നൊക്കെ പറയണം. പക്ഷെ രേവതി പോകാൻ കൂട്ടാക്കില്ല. രേവതി അവിടെ തന്നെ നിൽക്കുകയാണ്. ഫിനാൻഷ്യലെ കണ്ടിട്ടേ പോകണമെന്നുള്ള ഒരു വാശിയില്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വൈകുന്നേരം വരാട്ടോ. ഇത് കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ അതും കൂടെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.